Hey beautiful souls, you will be here for Agam Talks. This is Andy Levy. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് +1 ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ യൂണിറ്റിലുള്ള സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജീവചരിത്രം സംസാരിക്കുന്ന കോസ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു അനലൈസിങ് വീഡിയോ സെഷനാണ് ചെയ്യുന്നത്. +1 ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ധാരാളം ഇൻസ്പയറിംഗ് ആയ സ്റ്റോറീസും കവിതകളൊക്കെ കൊണ്ട് നിറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് കിറ്റി ഗെയിൽ ഫെർഗൂസൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന വ്യക്തി എല്ലാവരുടെയും മനസ്സിൽ വളരെയധികം ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. തൻ്റെ ആ ഒരു ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ചലഞ്ചസിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് വലിയ നിലയിലേക്ക് എത്തിച്ചേർന്ന ഒരു വ്യക്തിയാണ് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്നത്. നമുക്കെന്തായാലും എബൌട്ട് ദി ഓഥർ ഒന്ന് നോക്കാം. Kitty Gale Ferguson is a science writer, lecturer and a former professional musician. അപ്പോൾ കിറ്റി ഗെയിൽ ഫെർഗൂസൺ എന്ന് പറയുന്നത് ഒരു സയൻറ്റിഫിക് എഴുത്തുകാരിയായിരുന്നു, അതുപോലെ അധ്യാപികയായിരുന്നു, മ്യൂസീഷ്യൻ കൂടെ ആയിരുന്നു. She has authored numerous science books including books on biographical facts. അപ്പോൾ സയൻസുമായി റിലേറ്റ് ചെയ്യുന്ന ധാരാളം പുസ്തകങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. ഫെർഗൂസൺസ് വർക്ക്സ് ആർ റെക്കഗ്നൈസ്ഡ് ഫോർ ദെയർ ഡിഗ്രി ഓഫ് ഡീറ്റെയിൽ ആൻഡ് ആക്യുറസി. അതുപോലെ തന്നെ അവരുടെ പുസ്തകങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആക്യുറേറ്റ് ആയിട്ടുള്ള കൃത്യത നിറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു അവർ കൂടുതലായിട്ടും എഴുതിയിരുന്നത്. ഷീ ഈസ് നോൺ ഫോർ ഹർ എബിലിറ്റി ടു എക്സ്പ്ലെയിൻ വെരി കോംപ്ലിക്കേറ്റഡ് സയൻറ്റിഫിക് കോൺസെപ്റ്റ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള സയൻറ്റിഫിക് കോൺസെപ്റ്റുകളെ വളരെ ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കാനുള്ളൊരു കഴിവ്, അല്ലെങ്കിൽ തൻ്റെ എഴുത്തിലൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു കഴിവ് കിറ്റി ഗെയിൽ ഫെർഗൂസൺ എന്ന് പറയുന്ന എഴുത്തുകാരിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ധാരാളം ജീവചരിത്രങ്ങളൊക്കെ എഴുതിയിട്ടുള്ള വ്യക്തി കൂടിയാണ് കിറ്റി ഗെയിൽ ഫെർഗൂസൺ എന്ന് പറയുന്ന ഈ ഒരു എഴുത്തുകാരി. ഡോക്ടർ കലാം എക്സോട്സ് എവ്രിബഡി ടു ബി യുണീക്ക് ഇൻ ഹിസ് ഓർ ഹെർ ഓൺ വേ. അപ്പോൾ ഡോക്ടർ കലാമിൻ്റെ ചാപ്റ്റർ ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചപ്പോൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നത് നമ്മളൊക്കെ യുണീക്ക് ആകാൻ വേണ്ടി ശ്രമിക്കണം എന്നൊരു കാര്യത്തെയാണ്. There are many people who have proved their uniqueness even while fighting adversities and limitations. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള പല ആൾക്കാരും യുണീക്ക് ആകാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ദുരിതം നിറഞ്ഞിട്ടുള്ള ജീവിതത്തിലും ലിമിറ്റേഷൻസിലും ചലഞ്ചസിലും ഒക്കെ അവർ യുണീക്ക് ആകാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ. സ്റ്റീഫൻ ഹോക്കിങ്സ് പ്രൊഫൈൽ റിവീൽസ് ഹൗ ഹി ഹാസ് ഓവർകം ഹിസ് ഡിസബിലിറ്റീസ് ടു ബിക്കം ദ സൂപ്പർനോവ ഓഫ് ഫിസിക്സ്. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു ഹാൻഡിക്യാപ്ഡ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റേതായ ഫിസിക്കലായിട്ടുള്ള ധാരാളം ലിമിറ്റേഷൻസിന് അദ്ദേഹം ഉണ്ടായിരുന്നു. ആ ഒരു ലിമിറ്റേഷൻസിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഫിസിക്സിൽ ഒരു സൂപ്പർനോവ, ഒരു തിളങ്ങുന്ന നക്ഷത്രമായിട്ട് സ്റ്റീഫൻ ഹോക്കിംഗ് മാറിയത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്റർ സംസാരിക്കുന്നത്. കോസ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്. In the Cockcroft Lecture Room on April 29, 1980, scientists and the university dignitaries gathered in the steep tiers of seats, facing a 2-story wall of chalkboard and slide screen. കോക്ക്രോഫ്റ്റ് ലെക്ചർ റൂം എന്ന് പറഞ്ഞാൽ കേംബ്രിഡ്ജിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഓഡിറ്റോറിയത്തിനെയാണ് കോക്ക്രോഫ്റ്റ് ലെക്ചർ റൂം എന്ന് പറയുന്നത്. കോക്ക്രോഫ്റ്റ് ലെക്ചർ റൂമിൽ 1980 ഏപ്രിൽ 29 ആ യൂണിവേഴ്സിറ്റിയിലുള്ള പ്രസിദ്ധരായിട്ടുള്ള സയൻറ്റിസ്റ്റുകളും അതുപോലെ തന്നെ അവിടെ പഠിപ്പിക്കുന്ന ഡിഗ്നിറ്ററീസ്, അതായത് പ്രൊഫഷണൽസ് എല്ലാവരും അവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. അപ്പോൾ അവരുടെ മുൻപിലായിട്ട് ഒരു ചോക്ക് ബോർഡും ഒരു സ്ലൈഡ് സ്ക്രീനും ഉണ്ടായിരുന്നു. And the occasion was the inaugural lecture by the Lucasian professor of mathematics. അപ്പോൾ അവിടെ നടക്കാൻ വേണ്ടി പോകുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്സിൻ്റെ പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ലുക്കേഷ്യൻ പ്രൊഫസർ എന്ന് പറഞ്ഞാൽ അവിടെ ഹെൻറി ലൂക്കാസ് എന്ന് പറയുന്ന മേയർ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ടീച്ചേഴ്സിന് കൊടുത്തിരുന്ന ഒരു നെയിമായിരുന്നു ലുക്കാഷ്യൻ പ്രൊഫസർ എന്ന് പറയുന്ന ആ ഒരു പേര്. ആൻഡ് ദ 38-year-old mathematician ആൻഡ് ഫിസിസ്റ്റ് സ്റ്റീഫൻ ഹോക്കിംഗ്. അപ്പോൾ അവിടെ നടക്കാൻ വേണ്ടി പോകുന്ന ആ ക്ലാസ് എന്ന് പറയുന്നത് അത് എടുക്കുന്നത് 38 വയസ്സുകാരനായിട്ടുള്ള മാത്തമാറ്റീഷ്യൻ ആൻഡ് ഫിസിസ്റ്റ്, മാത്തമാറ്റിക്സിലും ഫിസിക്സിലൊക്കെ കഴിവ് തെളിയിച്ചിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന വ്യക്തിയുടെ ക്ലാസ് ആയിരുന്നു 1980 ഏപ്രിൽ 29 കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നടന്നുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നടക്കാൻ വേണ്ടി പോകുന്നത്.
ദ ടൈറ്റിൽ ഓഫ് ദ ലെക്ചർ വാസ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ നടന്ന ക്ലാസ് ഒരു ചോദ്യത്തിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു. ഈസ് ദ എൻഡ് ഇൻ ദ സൈറ്റ് ഫോർ തിയററ്റിക്കൽ ഫിസിക്സ്. തിയററ്റിക്കൽ ഫിസിക്സ് അവസാനിക്കുകയാണോ എന്നൊരു ചോദ്യത്തിനെ ബേസ് ചെയ്തായിരുന്നു അവിടെ ക്ലാസ് നടന്നിരുന്നത്. ഹോക്കിംഗ് സ്റ്റാർട്ടിൽ ഹിസ് ലിസണേഴ്സ് ബൈ അനൗൺസിങ് ദാറ്റ് ഹി തോട്ട് ഇറ്റ് വാസ്. അപ്പോൾ അവിടെ കൂടിയിരുന്ന ഓഡിയൻസിനെ ഞെട്ടിച്ചുകൊണ്ട് സ്റ്റീഫൻ ഹോക്കിംഗ് തൻ്റെ ആ ഒരു അനൗൺസ്മെൻ്റ് അവിടെ നടത്തി. തിയററ്റിക്കൽ ഫിസിക്സ് അവസാനിക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം കരുതുന്നു എന്ന കാര്യം അദ്ദേഹം അവിടെ അനൗൺസ് ചെയ്തു. ആൻഡ് ഹി ഇൻവൈറ്റഡ് ദം ടു ജോയിൻ ഹിം എ സെൻസേഷണൽ എസ്കേപ്പ്. അതിനുശേഷം അവിടെ കൂടിയിരുന്ന ഓഡിയൻസിനെ ഒരു ഭാവനാത്മകമായിട്ടുള്ള ഒരു യാത്രയിലേക്ക് അദ്ദേഹം സ്വാഗതം ചെയ്തു. ത്രൂ ദ ടൈം ആൻഡ് സ്പേസ് ടു ഫൈൻഡ് ദ ഹോളി ഗ്രെയിൽ. അപ്പോൾ ആ ഒരു ഫിസിക്സിലെ ടൈം ആൻഡ് സ്പേസിലൂടെയുള്ള ഒരു യാത്ര ടു ഫൈൻഡ് ഹോളി ഗ്രെയിൽ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടു ഫൈൻഡ് ഹോളി ഗ്രെയിൽ ഓഫ് സയൻസ്. അതായത് സയൻസ് പഠിക്കുന്ന എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ സയൻസ് പേഴ്സ് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള യാത്രയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സയൻസ് പഠിക്കുന്ന ആൾക്കാരൊക്കെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? ദ തിയറി ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്ന ഒരു തിയറി. ആൻഡ് എവറിത്തിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ഇറ്റ്. ഈ പ്രപഞ്ചത്തിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയി സംസാരിക്കുന്ന ഒരു തിയറി. അങ്ങനെ ഒരു തിയറി കണ്ടെത്താനാണ് സയൻസ് പഠിക്കുന്നവരും സയൻസ് പേഴ്സ്യൂ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു തിയറി കണ്ടെത്താനുള്ള യാത്രയിലേക്ക് അവരെല്ലാവരെയും അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. Stephen Hawking sat silently in a wheelchair while one of his students read his lecture to the assembled company. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന വ്യക്തി അവിടെ ആ വീൽ ചെയറിൽ നിശബ്ദനായിട്ട് ഇരിക്കുകയായിരുന്നു ചെയ്തത്. അദ്ദേഹം എഴുതി തയ്യാറാക്കിയ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെക്ചർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗം അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു അവിടെ കൂടിയിരുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വായിച്ചിരുന്നത്. ജഡ്ജ് ബൈ അപ്പിയറൻസ് എലോൺ. അദ്ദേഹത്തിനെ ആ കാഴ്ചയിലൂടെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഹോക്കിംഗ് ഡിഡ്ന്റ് സീം എ പ്രോമിസിങ് ചോയ്സ് ടു ലീഡ് എനി അഡ്വഞ്ചർ. അദ്ദേഹത്തിന് ആ കാഴ്ചയിലൂടെ വിലയിരുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഒരു തോന്നൽ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകും. കാരണം എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാതെ സംസാരിക്കാൻ കഴിയാതെ ഒരു വീൽ ചെയറിലിരിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്പിയറൻസ് വെച്ച് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തിയായിട്ട് നമ്മൾ ചിലപ്പോൾ അദ്ദേഹത്തെ ജഡ്ജ് ചെയ്ത് കളഞ്ഞേക്കാം. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് വാസ് ബോൺ ഓൺ 8 ജാനുവരി 1942 ഇൻ ഓക്സ്ഫോർഡ്. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന വ്യക്തി ജനിക്കുന്നത് 1942 ഓക്സ്ഫോർഡ്, ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇറ്റ് വാസ് എക്സാക്ട്ലി 300 years ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഗലീലിയോ. അപ്പോൾ ഗലീലിയോ എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള ദ ഫാദർ ഓഫ് മോഡേൺ സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗലീലിയോ മരിച്ച് 300 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു എക്സാക്റ്റ് ഡേറ്റിലാണ് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് എന്ന് പറയുന്ന വ്യക്തി ജനിക്കുന്നത്. ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിംഗ്, സ്റ്റീഫൻസ് പാരൻസ് വർ നോട്ട് വെൽത്തി. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഫാമിലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിംഗ് എന്ന് പറയുന്ന വ്യക്തികളാണ്. അവരത്ര വലിയ വെൽത്തി ഒന്നും ആയിരുന്നില്ല, സാമ്പത്തികപരമായിട്ട് അത്രത്തോളം വലിയൊരു വളർച്ചയുള്ള ഒരു കുടുംബത്തിലൊന്നും ആയിരുന്നില്ല. ബട്ട് ദേ ബിലീവ്ഡ് ഇൻ ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ. പക്ഷേ സാമ്പത്തികപരമായിട്ട് അത്ര വലിയൊരു ഫാമിലി അല്ലെങ്കിൽ പോലും വിദ്യാഭ്യാസത്തിൻ്റെ വില എന്താണെന്ന് ആ പാരൻസിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. സോ ദേ പ്ലാൻഡ് ഫോർ സ്റ്റീഫൻ ടു ഗോ ടു വെസ്റ്റ്മിനിസ്റ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പ്ലാൻ ചെയ്തത് വെസ്റ്റ്മിനിസ്റ്റർ എന്ന് പറയുന്ന സ്കൂളിൽ സ്റ്റീഫനെ ജോയിൻ ചെയ്യിപ്പിക്കാമെന്നാണ്. കാരണം വെസ്റ്റ്മിനിസ്റ്റർ എന്ന് പറയുന്നത് ഓക്സ്ഫോർഡ്, ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൂളാണ്. എ ഫേമസ് പബ്ലിക് സ്കൂൾ ഇൻ ദ ഹാർട്ട് ഓഫ് ലണ്ടൻ. ലണ്ടൻ്റെ ഒരു ഹൃദയഭാഗത്തുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള സ്കൂളാണ് വെസ്റ്റ്മിനിസ്റ്റർ എന്ന് പറയുന്ന സ്കൂൾ. Unfortunately, Stephen was ill at the time of scholarship examination for Westminster. പക്ഷേ നിർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റ്മിനിസ്റ്റർ സ്കൂളിലേക്കുള്ള സ്കോളർഷിപ്പ് എക്സാം നടക്കുന്ന സമയത്ത് സ്റ്റീഫൻ ഹോക്കിങ്ങിന് സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. Therefore, he attended the local St. Albans school. അതുകൊണ്ട് തന്നെ വെസ്റ്റ്മിനിസ്റ്റർ സ്കൂളിലേക്ക് അഡ്മിഷൻ നേടാൻ വേണ്ടിയിട്ട് നമ്മളുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന സെയിൻറ്റ് ആൽബൻ സ്കൂൾ എന്ന് പറയുന്ന ഒരു ലോക്കൽ സ്കൂളിലായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ വിദ്യാഭ്യാസം തുടങ്ങിയത്. By the time he was 8, he was thinking seriously about becoming a scientist. 8ാമത്തെ വയസ്സായപ്പോൾ മുതൽ തന്നെ ഒരു ശാസ്ത്രജ്ഞനാകണം, ഒരു സയൻറ്റിസ്റ്റ് ആകണമെന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ചിന്ത നമ്മളുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്തു. ഫ്രാങ്ക് ഹോക്കിംഗ് എൻകറേജ് ഹിസ് സൺ ടു ഫോളോ ഹിം ഇൻ ടു മെഡിസിൻ.
പക്ഷേ അച്ഛൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് മകൻ മെഡിസിൻ പഠിക്കണം എന്നുള്ളതായിരുന്നു. ബട്ട് സ്റ്റീഫൻ ഫൗണ്ട് ബയോളജി ടു ഇംപ്രിസൈസ്. പക്ഷേ സ്റ്റീഫൻ ഹോക്കിങ്ങിന് ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് അത്ര ഇംപ്രിസൈസ് ആയിട്ടാണ് തോന്നിയത്. ഇംപ്രിസൈസ് എന്ന് പറഞ്ഞാൽ അത്ര ആക്യുറേറ്റ് അല്ലാത്ത, കൃത്യതയില്ലാത്ത ഒരു സബ്ജക്റ്റായിട്ട് അദ്ദേഹത്തിന് തോന്നി. ഹി വാണ്ടഡ് എ സബ്ജക്റ്റ് ഇൻ വിച്ച് ഹി കുഡ് ലുക്ക് ഫോർ എക്സാക്റ്റ് ആൻസേഴ്സ്. അദ്ദേഹത്തിന് പഠിക്കേണ്ടിയിരുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏത് ചോദ്യത്തിനും കൃത്യമായിട്ടുള്ള ഉത്തരം തരുന്ന ഒരു സബ്ജക്റ്റ് അദ്ദേഹം പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. ആൻഡ് ഗെറ്റ് ടു ദ റൂട്ട് ഓഫ് തിങ്സ്. അതുപോലെ തന്നെ എല്ലാ കാര്യകാരണങ്ങളുടെയും ഒക്കെ റൂട്ട്, അതിൻ്റെ ആ ഒരു വേരുകൾ തേടി പോകുന്ന അല്ലെങ്കിൽ അടിവേരുകൾ അറിയാൻ വേണ്ടി കഴിയുന്ന രീതിയിലുള്ള ഒരു സബ്ജക്റ്റ് പഠിക്കണം. എല്ലാ സബ്ജക്റ്റിൻ്റെയും അടിത്തട്ട് കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സബ്ജക്റ്റ് പഠിക്കണം എന്നുള്ളതായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്. യങ് സ്റ്റീഫൻ വാസ് നോട്ട് പ്രോഡ്ഗി. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്നത് അത്ര വലിയ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല. ഹി വാസ് ജസ്റ്റ് ആൻ ഓർഡിനറി ഇംഗ്ലീഷ് ബോയ്. അദ്ദേഹം ഒരു ഓർഡിനറി ആയിട്ടുള്ള, അതായത് സാധാരണക്കാരനായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. സ്ലോ ഇൻ ലേണിംഗ് ടു റീഡ്. അദ്ദേഹം വായിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ പതിയെ മാത്രം വായിക്കുന്ന ഒരു സ്ലോ ലേണർ ആയിരുന്നു. അതായത് വളരെ പെട്ടെന്നൊന്നും പഠിക്കാനുള്ള കഴിവൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഒരു സ്ലോ ലേണർ ആയിരുന്നു അദ്ദേഹം. അതുപോലെ വായിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ആയിരുന്നു. ഹിസ് ഹാൻഡ് റൈറ്റിംഗ് ഈസ് ഡെസ്പയർ ഓഫ് ഹിസ് ടീച്ചേഴ്സ്. അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ടീച്ചേഴ്സിന് പോലും നിരാശ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു ഈ പറയുന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെത്. ഹി വാസ് റാങ്ക്ഡ് നോ മോർ ദാൻ ഹാഫ് വേ അപ്പ് ഇൻ ദ ക്ലാസ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലെ റാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ ആ ക്ലാസ്സിലെ പകുതി റാങ്കിങ്ങിലേക്ക് പോലും എത്താൻ വേണ്ടിയിട്ട് സ്റ്റീഫൻ ഹോക്കിങ്ങിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ദോ ഹി നൗ സേസ് ഇൻ ഹിസ് ഓൺ ഡിഫെൻസ്. അപ്പോൾ പാരൻസ് ചോദിക്കുന്ന സമയത്ത് ഡിഫെൻസിന് വേണ്ടി, അതിനെ ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റീഫൻ ഹോക്കിങ് എപ്പോഴും പറഞ്ഞിരുന്നത് ഇതായിരുന്നു: ഇറ്റ് വാസ് വെരി ബ്രൈറ്റ് ക്ലാസ്. വളരെ ബുദ്ധിശാലികൾ നിറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ അതിൽ പകുതിയോളം റാങ്കിലെങ്ങാനും വന്നു കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു കാര്യം എന്ന രീതിയിലായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ് സംസാരിച്ചിരുന്നത്. അറ്റ് 14 സ്റ്റീഫൻ ന്യൂ ദാറ്റ് ഹി വുഡ് പെർസ്യൂ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. 14 വയസ്സൊക്കെ ആയപ്പോഴേക്കും സ്റ്റീഫൻ ഹോക്കിങ്ങിന് മനസ്സിലായി മാത്തമാറ്റിക്സും ഫിസിക്സുമാണ് അദ്ദേഹം ഫോളോ ചെയ്യേണ്ട സബ്ജക്ട്സ് എന്ന കാര്യം അദ്ദേഹത്തിന് സ്വയം മനസ്സിലായി. ഹിസ് ഫാദർ കോൾ ദിസ് ഇംപ്രാക്ടിക്കൽ. അപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദർ പറഞ്ഞത് ഇതൊരു ഇംപ്രാക്ടിക്കലാണ്, അതായത് പ്രായോഗികപരമല്ലാത്തൊരു കാര്യമാണ് എന്നാണ് അച്ഛൻ പറഞ്ഞത്. ദർ വർ നോ ജോബ്സ് ഇൻ മാത്തമാറ്റിക്സ് എക്സെപ്റ്റ് ടീച്ചിങ്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ മാത്തമാറ്റിക്സ് ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ടീച്ചർ ആവുക എന്നൊരു ജോലിയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. Moreover, he wanted his son to attend his own college and Oxford offered no mathematics. അതുപോലെ തന്നെ ഫ്രാങ്കിൻ്റെ മറ്റൊരു ആഗ്രഹം എന്ന് പറയുന്നത് താൻ പഠിച്ച കോളേജിൽ തന്നെ തൻ്റെ മകനെ പഠിപ്പിക്കണം എന്നുള്ളതായിരുന്നു ഫ്രാങ്കിൻ്റെ ആഗ്രഹം. പക്ഷേ ഓക്സ്ഫോർഡിലാണെങ്കിൽ ഈ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പം അച്ഛൻ പഠിച്ചത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ ആ ഒരു കോളേജിൽ തന്നെ മകനെയും പഠിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. He followed his father's advice and studied chemistry, physics and only little mathematics. അങ്ങനെ അച്ഛൻ്റെ ആ ഒരു വഴി തന്നെ പിന്തുടരാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റും ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റും മെയിനായിട്ട് പഠിക്കാൻ വേണ്ടി തുടങ്ങി. അതിൻ്റെ കൂടെ കുറച്ച് മാത്രം മാത്തമാറ്റിക്സും സ്റ്റീഫൻ ഹോക്കിങ് പഠിക്കാൻ തുടങ്ങി. ഇൻ പ്രിപ്പറേഷൻ ഫോർ ദ എൻട്രൻസ് ഇൻ ടു ഓക്സ്ഫോർഡ്. അപ്പോൾ ഓക്സ്ഫോർഡിലേക്ക് നടന്ന എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു ഈ 3 സബ്ജക്റ്റുകൾ ഫോക്കസ് ചെയ്ത് അദ്ദേഹം പഠിച്ചിരുന്നത്. ഹി ഡിഡ് വെൽ ഇൻ ഫിസിക്സ് ആൻഡ് ഇൻ്റർവ്യൂ വാസ് ബ്രില്യൻ്റ്ലി ആക്സെപ്റ്റഡ്. അങ്ങനെ ആ ഫിസിക്സിൻ്റെ എക്സാം വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം എഴുതി. അങ്ങനെ ഇൻ്റർവ്യൂവിലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഓക്സ്ഫോർഡിലേക്കുള്ള അഡ്മിഷൻ അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. In 1959, at the age of 17, Hawking went to Oxford to study natural science and to specialize in physics. അങ്ങനെ 1959 17-ാമത്തെ വയസ്സിൽ സ്റ്റീഫൻ ഹോക്കിംഗ് ഓക്സ്ഫോർഡിൽ പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തു. അദ്ദേഹം നേടിയ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിരുന്നു. അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനായിരുന്നു. ഹി ജോയിൻഡ് യൂണിവേഴ്സിറ്റി കോളേജ്, ഹിസ് ഫാദേഴ്സ് കോളേജ് ആൻഡ് ദ ഓൾഡസ്റ്റ് അറ്റ് ഓക്സ്ഫോർഡ്, ഫൗണ്ടഡ് ഇൻ 1249 AD. അപ്പോൾ അങ്ങനെ അച്ഛൻ പഠിച്ച അതേ കോളേജിൽ തന്നെ മകനും അഡ്മിഷൻ നേടി. അതായത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കോളേജിലാണ് അദ്ദേഹത്തിനും അഡ്മിഷൻ കിട്ടിയത്. ഈ ഒരു കോളേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഫൗണ്ട് ചെയ്തിരിക്കുന്നത് 1249 AD ഫൗണ്ട് ചെയ്ത, അല്ലെങ്കിൽ ആ സമയത്ത് തുടങ്ങി വെച്ച ഒരു കോളേജായിരുന്നു. അത്രയും ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കോളേജിലാണ് അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടിയത്.
Nevertheless, for about a year and a half, Hawking was lonely and bored. ആ ഓക്സ്ഫോർഡിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആദ്യത്തെ 1.5 വർഷങ്ങൾ എന്ന് പറയുന്നത് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഏകാന്തം നിറഞ്ഞതും അതുപോലെ തന്നെ വളരെ ബോറടിപ്പിക്കുന്ന ഒന്നുമായിരുന്നു. ഹി വാസ് നോട്ട് ഇൻസ്പയർഡ് ടു റിലീവ് ഹിസ് ബോർഡം ബൈ എക്സേർട്ടിങ് ഹിംസെൽഫ് അക്കാഡമിക്കലി. അപ്പോൾ അദ്ദേഹം പഠനത്തിലൂടെ തൻ്റെ ബോറടി മാറ്റാമെന്ന് ശ്രമിച്ച സമയത്ത് പോലും അതുപോലും ആ ഒരു പഠനത്തിലൂടെ ബോറടി മാറ്റാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. ബട്ട് ഹാഫ് വേ ത്രൂ ഹിസ് സെക്കൻഡ് ഇയർ ഹി ബിഗാൻ എൻജോയിങ് ഓക്സ്ഫോർഡ്. പക്ഷേ ആ ഒരു 2ാം വർഷമൊക്കെ ആയപ്പോഴേക്കും അദ്ദേഹം പതിയെ ഓക്സ്ഫോർഡ് എന്ന് പറയുന്ന കോളേജും അദ്ദേഹത്തിൻ്റെ പഠനവുമൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഹി ബിക്കെയിം പോപ്പുലർ ആൻഡ് വെൽ അക്സെപ്റ്റഡ് എമംഗ് ഹിസ് പിയേഴ്സ്. അദ്ദേഹം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ആ ഓക്സ്ഫോർഡ് കോളേജിൽ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്കിടയിലും വളരെയധികം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ദേ റിമെമ്പർ ഹിം ആസ് ലൈവ്ലി, ബിയോണ്ട് ആൻഡ് അഡാപ്റ്റബിൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ എനർജറ്റിക് ആയിട്ടുള്ള അതുപോലെ എല്ലാ സിറ്റുവേഷൻസിനെയും അഡാപ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. ഹി വോർ ഹിസ് ഹെയർ ലോങ്. അതുപോലെ മുടിയൊക്കെ നീട്ടി വളർത്തി. വാസ് എ ഫേമസ് ഫോർ ഹിസ് വിറ്റ്. വളരെ തമാശകളൊക്കെ പറയുന്ന ആൻഡ് ലൈക്ക് ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് സയൻസ് ഫിക്ഷൻ. ധാരാളം ക്ലാസിക്കൽ മ്യൂസിക്കൊക്കെ കേൾക്കുന്ന, സയൻസ് ഫിക്ഷനൊക്കെ വായിക്കുന്ന, ആൻഡ് ടുക്ക് പാർട്ട് ഇൻ സ്പോർട്സ്. അതുപോലെ തന്നെ സ്പോർട്സിലൊക്കെ പങ്കെടുത്തിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം കൂട്ടുകാർക്കിടയിലും വളരെയധികം ഫേമസ് ആയിരുന്നു. However, at the end of the 3rd year, Hawking almost flunkered. അങ്ങനെ അവസാനം 3ാമത്തെ വർഷത്തിലേക്ക് എത്തിച്ചേർന്നു. 3ാമത്തെ വർഷമൊക്കെ ആയപ്പോഴേക്കും ഹോക്കിംഗ് വളരെയധികം സ്ട്രഗിൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഹി സെലക്റ്റഡ് തിയററ്റിക്കൽ ഫിസിക്സ് ആസ് ഹിസ് സ്പെഷ്യാലിറ്റി. അപ്പോൾ അദ്ദേഹം സെലക്ട് ചെയ്തിരുന്നത് തിയററ്റിക്കൽ ഫിസിക്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിൻ സബ്ജക്റ്റായിട്ട് സെലക്ട് ചെയ്തിരുന്നത്. ഹി ഹാഡ് ദെൻ അപ്ലൈഡ് ടു ഡു PhD അറ്റ് കേംബ്രിഡ്ജ് ആൻഡ് വാസ് അക്സെപ്റ്റഡ് ഓൺ കണ്ടീഷൻ ദാറ്റ് ഹി ഗോട്ട് എ ഫേസ്റ്റ് ഫ്രം ഓക്സ്ഫോർഡ്. അങ്ങനെ അദ്ദേഹം ആ സമയത്ത് PhDക്ക് വേണ്ടി കേംബ്രിഡ്ജിൽ PhDക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അപ്ലൈ ചെയ്തിരുന്നു. ആ ഒരു ആപ്ലിക്കേഷൻ അവർ അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഒരു കണ്ടീഷൻ അവർ മുന്നോട്ട് വെച്ചു. അതായത് ഓക്സ്ഫോർഡിൽ നിന്ന് ഫസ്റ്റ് ഗ്രേഡ് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് മാർക്ക് കിട്ടുകയാണെങ്കിൽ മാത്രം അദ്ദേഹത്തിന് PhD അഡ്മിഷൻ കൊടുക്കാമെന്നായിരുന്നു അവർ തീരുമാനിച്ചത്. ഹോക്കിംഗ് വാസ് കോൺഫിഡൻറ്റ് ദാറ്റ് ഹി കുഡ് ഗെറ്റ് ത്രൂ സക്സസ്ഫുള്ളി. സ്റ്റീഫൻ ഹോക്കിംഗ് ആണെങ്കിൽ വളരെയധികം കോൺഫിഡൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് ആ ഒരു മാർക്ക് കിട്ടും, അദ്ദേഹം ആ രീതിയിൽ പാസ്സാകുമെന്നൊക്കെ ഒരു പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ബട്ട് ആസ് ദ എക്സാമിനേഷൻ ഡേ അപ്രോച്ച്, പക്ഷേ പരീക്ഷയൊക്കെ ആയ സമയത്ത് ഹിസ് കോൺഫിഡൻസ് ഫെയിൽഡ്. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമൊക്കെ ഇല്ലാതെയായി. ഹോക്കിംഗ് എൻഡഡ് അപ്പ് ഡിസാസ്ട്രസ്ലി ഓൺ ദ ബോർഡർ ലൈൻ ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. അങ്ങനെ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും നടുവിൽ പെട്ട ഒരവസ്ഥയിൽ, അതായത് ഫസ്റ്റ് ഗ്രേഡ് കിട്ടിയില്ല എന്നാൽ സെക്കൻഡ് ഗ്രേഡ് അല്ല, ആ ഒരു അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മാർക്കിങ് വന്നിരുന്നത്. Faced with the borderline result, the examiner summoned Hawking for an interview and questioned him about his plans. അപ്പം രണ്ടിൻ്റെ ഫസ്റ്റ് ഗ്രേഡും കിട്ടിയില്ല എന്നാൽ സെക്കൻഡ് ഗ്രേഡ് അല്ല, അതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഓക്സ്ഫോർഡിലുള്ള എക്സാമിനേഴ്സ് ഒരു ഇൻ്റർവ്യൂ നടത്തുകയുണ്ടായി. ആ ഇൻ്റർവ്യൂവിൽ അവർ ക്വസ്റ്റ്യൻഡ് ഹിം അബൌട്ട് ഹിസ് പ്ലാൻസ്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഭാവിയെക്കുറിച്ച് അല്ലെങ്കിൽ ഭാവിയിലുള്ള പദ്ധതികളെക്കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഇൻസ്പൈറ്റ് ഓഫ് ദി ടെൻസസ് ഓഫ് ദ സിറ്റുവേഷൻ. അപ്പോൾ വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് അദ്ദേഹം ആ സമയത്ത് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഹോക്കിംഗ് മാനേജ് ടു കം അപ്പ് വിത്ത് ദ കൈൻഡ് ഓഫ് റിമാർക്ക് ഫോർ വിച്ച് ഹി വാസ് ഫേമസ് എമംഗ് ഹിസ് ഫ്രണ്ട്സ്. അത്രയും ടെൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലും അദ്ദേഹം നല്ല ഒരു മറുപടി കൊണ്ട് അവിടെ ഉയർന്നു വരികയാണ് ചെയ്തത്. അദ്ദേഹം ആ ഒരു ഇൻ്റർവ്യൂവിന് കൊടുത്ത മറുപടി പിന്നീട് കൂട്ടുകാർക്കിടയിൽ വലിയൊരു ചർച്ചാ വിഷയമാവുകയും കൂട്ടുകാർക്കിടയിൽ വളരെ അക്സെപ്റ്റബിൾ ആയി മാറുകയും ഒക്കെ ചെയ്ത ഒരു മറുപടി ആയിരുന്നു അദ്ദേഹം അവിടെ കൊടുത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഇഫ് ഐ ഗെറ്റ് എ ഫസ്റ്റ് ഐ ഷാൽ ഗോ ടു കേംബ്രിഡ്ജ്. എനിക്ക് ഫസ്റ്റ് ഗ്രേഡ് കിട്ടുകയാണെങ്കിൽ ഞാൻ കേംബ്രിഡ്ജിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകും. ഇഫ് ഐ റിസീവ് എ സെക്കൻഡ്, എനിക്ക് സെക്കൻഡ് ഗ്രേഡാണ് കിട്ടുന്നതെങ്കിൽ ഐ വിൽ റിമൈൻ അറ്റ് ഓക്സ്ഫോർഡ്, ഞാൻ ഈ ഓക്സ്ഫോർഡിൽ തന്നെ തുടരുകയും ചെയ്യും. ആൻഡ് സോ ഐ എക്സ്പെക്ട് ദാറ്റ് യു വിൽ ഗിവ് മീ എ ഫസ്റ്റ്. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഓക്സ്ഫോർഡിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയെങ്കിലും നിങ്ങൾ എനിക്ക് ഫസ്റ്റ് ഗ്രേഡ് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഹി ഗോട്ട് ഹിസ് ഫസ്റ്റ് ആൻഡ് ഹി വെൻറ്റ് ടു കേംബ്രിഡ്ജ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വളരെ വിറ്റി ആയിട്ടുള്ള മറുപടി ആ ഒരു എക്സാമിനേഴ്സിന് ഇഷ്ടമായി. അങ്ങനെ അദ്ദേഹത്തിന് ഫസ്റ്റ് ഗ്രേഡ് കിട്ടുകയും അദ്ദേഹം തുടർ പഠനത്തിന് വേണ്ടിയിട്ട് കേംബ്രിഡ്ജിലേക്ക് പോവുകയും ചെയ്തു. His first year at Cambridge was worse than that at Oxford.
ഓക്സ്ഫോർഡിലുള്ള അവസ്ഥയേക്കാൾ വളരെ പരിതാപകരമായ അവസ്ഥയായിരുന്നു കേംബ്രിഡ്ജിലെ ആദ്യത്തെ വർഷമെന്ന് പറയുന്നത്. ഹിസ് സ്ലിപ്പ് ഷോട്ട് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കോട്ട് അപ്പ് വിത്ത് ഹിം. അപ്പോൾ അദ്ദേഹത്തിന് മാത്തമാറ്റിക്സിൽ അത്ര വലിയ പരിജ്ഞാനമൊന്നും ഉണ്ടായിരുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ പഠനത്തെ ബാധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് ഹി ഫൗണ്ട് ജനറൽ റിലേറ്റിവിറ്റി എക്സ്ട്രീംലി ടഫ്. ഐൻസ്റ്റീൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തിയറി ആയിട്ടുള്ള ജനറൽ റിലേറ്റിവിറ്റി എന്ന് പറയുന്ന ആ ഒരു തിയറി അദ്ദേഹത്തിന് വളരെ ടഫായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അനദർ ഫോർ മോർ ഡിസാസ്ട്രസ് പ്രോബ്ലം എറോസ് ദെൻ. ഇതിനേക്കാൾ വലിയൊരു ഡിസാസ്ട്രസ് ആയിട്ടുള്ള ദുരിതപൂർണമായിട്ടുള്ള ഒരു സംഭവം അവിടെ ഉയർന്നു വരികയും ചെയ്തു. ഡ്യൂറിങ് ഹിസ് തേർഡ് ഇയർ അറ്റ് ഓക്സ്ഫോർഡ്, ഹോക്കിംഗ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ക്ലംസി. ഓക്സ്ഫോർഡിൽ 3-ാമത്തെ വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹോക്കിങ്ങിന് ക്ലംസി ആയിട്ട് ഫീൽ ചെയ്യാൻ, പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത ഫിസിക്കലായിട്ടുള്ള കുറച്ച് ഡിഫിക്കൽട്ടീസൊക്കെ അദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നു. ഹി ഹാഡ് ഫോളൻ വൺസ് ഓർ ട്വൈസ് ഫോർ നോ അപ്പാരൻറ്റ് റീസൺ. അദ്ദേഹം കോളേജിലുണ്ടായിരുന്ന സമയത്ത് 1-2 തവണയൊക്കെ ഒരു പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ലാതെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ദ ഫോളോയിങ് ഓട്ടം അറ്റ് കേംബ്രിഡ്ജ് ഹി ഹാഡ് ട്രബിൾ ടൈയിങ് ഹിസ് ഷൂസ് ആൻഡ് സംടൈംസ് ഹി ഹാഡ് ഡിഫിക്കൽട്ടി ടോക്കിംഗ്. അങ്ങനെ കേംബ്രിഡ്ജിൽ വന്ന് ഓട്ടം സീസൺ ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആ പ്രശ്നങ്ങളൊക്കെ, ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലാകാൻ വേണ്ടിയിട്ട് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷൂവിൻ്റെ ലേസ് സ്വന്തമായി കെട്ടാനോ ചില സമയങ്ങളിൽ സംസാരിക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ഷോർട്ട്ലി ആഫ്റ്റർ ഹിസ് 21st ബർത്ത്ഡേ ഇൻ 1963, 1963 21ാമത്തെ ബർത്ത്ഡേക്ക് ശേഷം ഹോക്കിംഗ് കോൺട്രാക്റ്റഡ് എ റെയർ ഡിസീസ്. ഒരു അപൂർവകരമായിട്ടുള്ള ഒരു അസുഖം അദ്ദേഹത്തിന് പിടിപെട്ടു. അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലെറോസിസ്. അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലെറോസിസ് എന്ന് പറയുന്ന ഒരു അസുഖമായിരുന്നു അദ്ദേഹത്തിന് പിടിപെട്ടത്. ഫോർ വിച്ച് ദർ വാസ് നോ നോൺ ക്യൂർ. അതൊരിക്കലും മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു അസുഖമായിരുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് കോസ്റ്റ് എ ഗ്രാജുവൽ ഡിസഇൻറ്റഗ്രേഷൻ ഓഫ് ദ നെർവ് സെൽസ് ഇൻ ദ സ്പൈനൽ കോഡ് ആൻഡ് ദ ബ്രെയിൻ. അപ്പോൾ ആ അസുഖം എന്ന് പറയുന്നത് സ്പൈനൽ കോഡിലെയും ബ്രെയിനിലെയും ഒക്കെ സെൽസിനെ നശിപ്പിക്കുന്ന ഒരു അസുഖമായിരുന്നു അദ്ദേഹത്തിന് പിടിപെട്ടിരുന്നത്. അറ്റ് ഫസ്റ്റ് ഹി വെൻറ്റ് ഇൻ ടു ഡീപ്പ് ഡിപ്രഷൻ. അദ്ദേഹം വളരെയധികം ഒരു വിഷാദ രോഗിയായിട്ട് ആദ്യം അദ്ദേഹം മാറി. He did not know what he ought to do or what his future would be like. അദ്ദേഹത്തിന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ തൻ്റെ ഭാവി ഇനി എന്താകുമെന്ന ഒരു ആങ്സൈറ്റി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായി. അങ്ങനെ അദ്ദേഹം ഒരു വിഷാദ രോഗിയായിട്ട് മാറുകയും ചെയ്തു. മൈ ഡ്രീംസ് അറ്റ് ദാറ്റ് ടൈം വർ റാദർ കൺഫ്യൂസ്ഡ്, ഹി അഡ്മിറ്റഡ്. അപ്പോൾ അങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞപ്പോഴേക്കും സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞൊരു കാര്യം, എൻ്റെ സ്വപ്നങ്ങളൊക്കെ എന്താണ് ഞാൻ എൻ്റെ ഭാവിയിൽ ചെയ്യേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആയിരുന്നു. ആൻഡ് ബിഫോർ മൈ കണ്ടീഷൻ വാസ് ഡയഗ്നോസ്ഡ് ഐ ഹാഡ് ബീൻ വെരി ബോർഡ് വിത്ത് ലൈഫ്. എനിക്ക് അങ്ങനെ ഒരു അസുഖം കണ്ടുപിടിക്കുന്നതിന് മുൻപായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ബോറടിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതായത് ആ ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെ ബോറടിയാണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ദർ ഡിഡ് നോട്ട് സീം ടു ബി എനിത്തിങ് വർത്ത് ഡൂയിങ്. എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതൊരു വാല്യൂ ഉള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല. ബട്ട് ഷോർട്ട്ലി ആഫ്റ്റർ ഐ കെയിം ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ ഐ ഡ്രീംഡ് ദാറ്റ് ഐ വാസ് ഗോയിങ് ടു ബി എക്സിക്യൂട്ടഡ്. അങ്ങനെ ആശുപത്രിയിൽ നിന്ന് അസുഖമൊക്കെ കണ്ടുപിടിച്ച് ഞാൻ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്വപ്നം കാണാൻ വേണ്ടി തുടങ്ങി. ഞാൻ എക്സിക്യൂട്ട് ചെയ്യപ്പെടും, അതായത് ഞാൻ മരിക്കാൻ വേണ്ടി പോവാണ് എന്ന കാര്യം ഞാൻ സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഐ സഡൻലി റിയലൈസ് ദാറ്റ് ദർ വർ എ ലോട്ട് ഓഫ് വർത്ത് വൈൽ തിങ്സ് ടു ഡു ഇഫ് ഐ വർ റിപ്രൈവ്ഡ്. അപ്പം ഞാൻ സ്വയം മനസ്സിലാക്കി, അതായത് ഞാൻ ജീവിച്ചിരിക്കുന്ന അടുത്തോളം കാലം എനിക്ക് കുറേ വർത്ത് വൈൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ വാല്യുബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന കാര്യം ഞാൻ മനസ്സിലാക്കി. എൻ്റെ ആ ഒരു മരണം കുറച്ചുകൂടി പോസ്റ്റ്പോൺ ആയി കഴിഞ്ഞാൽ ഞാനായിട്ട് ചെയ്യേണ്ട ധാരാളം കാര്യങ്ങളുണ്ട് എന്നെനിക്ക് മനസ്സിലായി. Another recurring dream was the idea of sacrificing my life to save others. മറ്റൊരു സ്വപ്നം, എൻ്റെ ഉള്ളിലുണ്ടായിരുന്നൊരു സ്വപ്നം എന്ന് പറയുന്നത് എൻ്റെ ജീവിതം എന്തായാലും, അല്ലെങ്കിൽ എൻ്റെ ജീവൻ എന്തായാലും പോകും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതം സാക്രിഫൈസ് ചെയ്തിട്ടാണെങ്കിലും മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹാപ്പി ആക്കുന്ന കാര്യത്തിന് വേണ്ടി ജീവിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ആഫ്റ്റർ ഓൾ ഐ വർ ഗോയിങ് ടു ഡൈ. എന്തായാലും ഞാൻ മരിക്കും. ഐ മൈറ്റ് ആസ് വെൽ ആസ് ഡു സം ഗുഡ്. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാമെന്ന് ഞാൻ ചിന്തിച്ചു. ഹോക്കിങ്സ് ഡോക്ടേഴ്സ് ഹോപ്പ് ദാറ്റ് ഹിസ് കണ്ടീഷൻ വുഡ് സ്റ്റെബിലൈസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രശ്നം ഒന്ന് സ്റ്റെബിലൈസ് ആവും, അതൊന്ന് കോൺസ്റ്റൻ്റായി നിൽക്കുമെന്നായിരുന്നു ഡോക്ടേഴ്സ് വിചാരിച്ചത്. പക്ഷേ ബട്ട് ദ ഡിസീസ് അഗ്രിവേറ്റഡ് റാപ്പിഡ്ലി. പക്ഷേ ശരീരത്തിൽ ആ അസുഖം വളരെ വേഗത്തിൽ പടർന്നു പിടിക്കാൻ വേണ്ടി തുടങ്ങി. ദേ സൂൺ ഇൻഫോംഡ് ഹിം ദാറ്റ് ഹി ഹാഡ് ഓൺലി അബൌട്ട് 2 more years ടു ലിവ്.
അപ്പോൾ ഡോക്ടേഴ്സ് ഹോക്കിങ്ങിനോട് പറഞ്ഞു 2 വർഷം കൂടി മാത്രമേ ഇനി ജീവിക്കൂ എന്ന സത്യം ഡോക്ടേഴ്സ് സ്റ്റീഫൻ ഹോക്കിങ്ങിനോട് പറയുകയുണ്ടായി. 2 years passed, the progression of the disease had slowed. അങ്ങനെ 2 വർഷം, ഡോക്ടേഴ്സ് പറഞ്ഞ 2 വർഷം കടന്നുപോയി. അങ്ങനെ അസുഖം പടർന്നു പിടിക്കുന്നതിൻ്റെ വേഗത കുറഞ്ഞു വന്നു. ഐ ഡിഡ്ന്റ് ഡൈ, ഞാൻ മരിച്ചില്ല. ഇൻഫാക്ട് ഓൾദോ ദർ വാസ് എ ക്ലൗഡ് ഹാങ്ങിങ് ഓവർ മൈ ഫ്യൂച്ചർ. ഞാൻ മരിച്ചിട്ടില്ലെങ്കിൽ പോലും എൻ്റെ ആ ഒരു ഫ്യൂച്ചറിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ എൻ്റെ ഭാവിക്ക് മുകളിൽ ഒരു കറുത്ത കാർമേഘം ഇങ്ങനെ ഇരുണ്ട് മൂടി കിടക്കുന്നുണ്ടായിരുന്നു. അതായത് എപ്പോഴായാലും മരിക്കും എന്നൊരവസ്ഥയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഐ ഫൗണ്ട് ടു സർപ്രൈസ് ദാറ്റ് ഐ വാസ് എൻജോയിങ് ദ ലൈഫ് ഇൻ ദ പ്രസൻറ്റ്. ആദ്യമുള്ളതിനേക്കാൾ അധികമായിട്ട് ആ ഒരു പ്രസൻറ്റ് ലൈഫ് അദ്ദേഹം ആ ഒരു സന്തോഷത്തോടു കൂടിയിട്ട് അനുഭവിക്കുന്നത് അദ്ദേഹം മനസ്സിലാക്കി. ആൻഡ് മോർ ദാൻ ബിഫോർ, ആദ്യമൊക്കെ ജീവിതം ഒരു ബോറടി ആയിട്ട് തോന്നിയിരുന്ന വ്യക്തിക്ക് ഇപ്പോൾ ജീവിതത്തിൽ വളരെ സന്തോഷം കിട്ടുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി തുടങ്ങി. ടോട്ടൽ ഡിസബിലിറ്റീസ് ആൻഡ് ഡെത്ത് ദോ സ്റ്റിൽ നോട്ട് ടു ഡിസ്റ്റൻറ്റ് സർട്ടൻലി. ഒന്നുകിൽ മരിക്കും, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ക്രിപ്പിൾഡ് ആവും, ഹാൻഡിക്യാപ്ഡ് ആയിട്ട് അദ്ദേഹം മാറും. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കുമെന്നുള്ളത് തീർച്ചയാണ്. വെർ പോസ്റ്റ്പോണ്ട്, ഈ 2 കാര്യങ്ങളും കുറച്ച് തള്ളിവെച്ചു എന്ന് മാത്രം. ഹോക്കിംഗ് ഹാഡ് ഹിസ് റിപ്രൈവ്, എ പ്രിക്കാരിയസ് ആൻഡ് ടെമ്പററി വൺ, ബട്ട് ലൈഫ് വാസ് പ്രീഷ്യസ്. അപ്പോൾ തൻ്റെ ജീവിതം എന്തായാലും അവസാനിക്കും, അല്ലെങ്കിൽ ക്രിപ്പിൾഡ് ആയിട്ട് മാറും. ഈ 2 കാര്യങ്ങളും സ്റ്റീഫൻ ഹോക്കിങ്സിന് അറിയാമായിരുന്നു. പക്ഷേ എങ്ങനെയായാലും ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ഒന്നാണ്. അറ്റ് എ ന്യൂ ഇയേഴ്സ് പാർട്ടി അറ്റ് സെയിൻറ്റ് ആൽബൻസ്, ജസ്റ്റ് ബിഫോർ ഹി എൻറ്റേർഡ് ദ ഹോസ്പിറ്റൽ ഫോർ ദ ടെസ്റ്റ്, ഹോക്കിംഗ് മെറ്റ് ജെയിൻ വൈൽഡ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുൻപായിട്ട് സെയിൻറ്റ് ആൽബൻസിൽ നടന്ന ഒരു ന്യൂ ഇയർ പാർട്ടിയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ജെയിൻ വൈൽഡിനെ അദ്ദേഹം കണ്ടുമുട്ടുന്നത്. To her, this dishelped graduate student seemed terribly intelligent, eccentric and rather arrogant. അപ്പോൾ ആദ്യത്തെ കാഴ്ചയിൽ ജെയിൻ വൈൽഡിന് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഗ്രാജുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഗ്രാജുവേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ചെറുപ്പക്കാരൻ വളരെ ഇൻ്റലിജൻ്റ് ആണ്, വളരെ എക്സെൻട്രിക്, അതായത് ഇങ്ങനെ മാറി നിൽക്കുന്നൊരു സ്വഭാവക്കാരനാണ്, അതുപോലെ കുറച്ച് അഹങ്കാരിയാണെന്നൊക്കെ ജെയിൻ വൈൽഡിന് തോന്നിയിരുന്നു. ബട്ട് ഹി വാസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഷീ ലൈക്ഡ് ഹിസ് വിറ്റ്. പക്ഷേ അവൻ്റെ ആ ഒരു സ്വഭാവം, അതായത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. ആൻഡ് ഷീ ലൈക്ഡ് ഹിസ് വിറ്റ്. അവൻ്റെ ആ തമാശകളൊക്കെ ജെയിൻ വൈൽഡ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയും ചെയ്തു. വെൻ ജെയിൻ മെറ്റ് ഹിം അഗെയിൻ ആഫ്റ്റർ ഹിസ് ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ. പിന്നീട് ജെയിൻ വൈൽഡ് നമ്മളുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കാണുന്നത് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷമാണ്. ഹി വാസ് റിയലി ഇൻ എ പതറ്റിക് സ്റ്റേറ്റ്. കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലായിരുന്നു ഈ പറയുന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ജെയിൻ വൈൽഡ് പിന്നീട് കാണുന്നത്. ഐ തിങ്ക് ഹീസ് ലോസ്റ്റ് ഹിസ് വിൽ ടു ലിവ്. ജീവിക്കാനുള്ള ആഗ്രഹമൊക്കെ നഷ്ടപ്പെട്ട, ആൻഡ് ഹി വാസ് വെരി കൺഫ്യൂസ്ഡ്. ജീവിതത്തിൽ മുൻപിലേക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളെയാണ് പിന്നീട് ജെയിൻ വൈൽഡ് കാണുന്നത്. ഷീ കമൻറ്റഡ്, ഷീ വാസ് നോട്ട് ഹൗവർ പുട്ട് ഓഫ് ബൈ ഹിസ് ഫിസിക്കൽ ഓർ മെൻ്റൽ കണ്ടീഷൻ. ഷീ വാസ് റാദർ ഷൈ ടീനേജർ, സീരിയസ് മൈൻഡഡ്, വിത്ത് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ്, ഇൻഗ്രെയിൻഡ് ഫ്രം ദ ചൈൽഡ്ഹുഡ് ബൈ ഹർ മദർ, ആൻഡ് ബിലീവ് ദാറ്റ് ഗുഡ് ക്യാൻ കം ഔട്ട് ഓഫ് എനി അഡ്വേഴ്സിറ്റീസ്. അപ്പോൾ ജെയിൻ വൈൽഡ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഷൈ ആയിട്ടുള്ള ഒരു ടീനേജർ ആയിരുന്നു, പക്ഷേ വളരെ സീരിയസ് ആയിട്ട് ജീവിതത്തെ കാണുന്ന, അതുപോലെ തന്നെ ദൈവത്തിലൊക്കെ വളരെയധികം വിശ്വാസമുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ഈ ഒരു ദൈവത്തിലുള്ള വിശ്വാസമൊക്കെ അവർക്ക് കിട്ടിയത് അമ്മയിൽ നിന്നായിരുന്നു. ചെറിയ പ്രായത്തിൽ അമ്മ ഈ പറയുന്ന പോലെ ദൈവവിശ്വാസിയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ദൈവവിശ്വാസമൊക്കെ ജെയിൻ വൈൽഡിന് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അവർ വിശ്വസിച്ചിരുന്നൊരു കാര്യം, എത്ര വലിയ ദുരിതങ്ങൾ സംഭവിച്ചാലും അതിലെന്തെങ്കിലുമൊക്കെ നല്ലത് നടക്കുമെന്നൊരു വിശ്വാസം ജെയിൻ വൈൽഡിനുണ്ടായിരുന്നു. അത് ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. കാരണം വലിയ ദുരിതങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അങ്ങനെ ദുരിതങ്ങൾ സംഭവിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ നല്ലത് ആ ജീവിതത്തിൽ നടക്കുമെന്ന് ജെയിൻ വൈൽഡ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഹോക്കിങ് അഡ്മയർ ഹെർ ഓപ്റ്റിമിസം ആൻഡ് ദെയർ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്ഡ് സ്ലോലി. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനും അവളുടെ ആ ഒരു ഒപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസമൊക്കെ ഇഷ്ടമായി. അവരുടെ ഫ്രണ്ട്ഷിപ്പ് പതുക്കെ വളരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആഫ്റ്റർ എ വൈൽ the two began realize that Jane's words that together we could make something worthwhile. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും 2 പേരും തിരിച്ചറിയുകയായിരുന്നു. അത് ജെയിൻ വൈൽഡ് പറയുന്നത് എങ്ങനെയാണ്, ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് 2 പേർക്കും മനസ്സിലായി. For Stephen, that made all the difference. He applied the research fellowship at Caius, one of the colleges in Cambridge University. അപ്പോൾ ആ ഒരു ജെയിൻ വൈൽഡിൻ്റെ എൻട്രി, ആ ഒരു സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജീവിതത്തിലേക്കുള്ള എൻട്രി സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുകയാണ് ചെയ്തത്.
അദ്ദേഹം കയസ് എന്ന് പറയുന്ന കോളേജിൽ ഒരു ഫെലോഷിപ്പിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. അതും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റീൻ്റെ കീഴിലുള്ള ഒരു കോളേജായിരുന്നു അത്. ഇൻ 1965 അറ്റ് ദ ഏജ് ഓഫ് 23 ഹോക്കിംഗ് റിസീവ്ഡ് ഹിസ് ഫെലോഷിപ്പ് അറ്റ് കയസ്. അങ്ങനെ 1965 സ്റ്റീഫൻ ഹോക്കിംഗ് ആ ഒരു ഫെലോഷിപ്പ് നേടിയെടുത്തു. ആൻഡ് ഇൻ ജൂലൈ ഓഫ് ദ സെയിം ഇയർ 1965 ജൂലൈ മാസത്തിൽ ജെയിൻ ആൻഡ് ഹി വർ മാരീഡ്. രണ്ടുപേരും കല്യാണം കഴിക്കുകയും ചെയ്തു. People who remember Hawking in the university in the late 1960s recall him making his way around the corridors with a cane. 1960കളിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ കൂടെ പഠിച്ചിരുന്ന ആൾക്കാരൊക്കെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ഓർത്തിരിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു വടിയൊക്കെ പിടിച്ചുകൊണ്ടായിരുന്നു നടന്നിരുന്നത്. സപ്പോർട്ടിങ് ഹിംസെൽഫ് എഗെയിൻസ്റ്റ് ദ വാൾ. ആ ഒരു ചുമരിലൊക്കെ പിടിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ നടത്തം. കാരണം അത്രത്തോളം വയ്യാതെ ആയിട്ടുണ്ടായിരുന്നു അദ്ദേഹം. ഹി സ്പോക്ക് വിത്ത് ദ സൗണ്ടഡ് ലൈക്ക് എ സ്ലൈറ്റ് സ്പീച്ച് ഇംപെഡിമെൻറ്റ്. സംസാരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയെ പോലെ വിക്കിയൊക്കെ ആയിരുന്നു അദ്ദേഹം ആ ഒരു സമയത്ത് സംസാരിച്ചിരുന്നത്. ബട്ട് മോർ ദാൻ ദാറ്റ്, പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ദ റിമെമ്പർ ഹിസ് ബാർഷ്നെസ് ആൻഡ് ഇൻസെഷൻസ് ഇൻവോൾവിങ് സം ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ഡിസ്റ്റിങ്ക്യൂഷ്ഡ് സയൻറ്റിസ്റ്റ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ അദ്ദേഹത്തെ ഓർത്തിരിക്കാനുള്ള സ്പെഷ്യൽ തിങ് എന്ന് പറയുന്നത് അന്ന് ആ കോളേജസിലൊക്കെ നടന്നിരുന്ന സെമിനാറുകളിലൊക്കെ വളരെ ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ആയിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള സയൻറ്റിസ്റ്റുകളൊക്കെ പങ്കെടുക്കുന്ന ആ ഒരു സെമിനാറുകളിലൊക്കെ വൈൽ അതർ യങ് റിസർച്ചേഴ്സ് കെപ്റ്റ് ഇൻ ദ റെവറൻഷ്യൽ സൈലൻസ്. കൂടെ പഠിക്കുന്ന ആൾക്കാരൊക്കെ ബഹുമാനത്തോടു കൂടിയുള്ള ഒരു സൈലൻസ് കീപ്പ് ചെയ്യുന്ന സമയത്ത് ഹോക്കിംഗ് ഡെയറിംഗ്ലി ആസ്ക്ഡ് അൺഎക്സ്പെക്റ്റഡ് ആൻഡ് പെനിട്രേറ്റിംഗ് ക്വസ്റ്റ്യൻസ്. നമ്മളുടെ സ്റ്റീഫൻ ഹോക്കിംഗ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള തുളച്ചു കയറുന്ന രീതിയിലുള്ള ധാരാളം ചോദ്യങ്ങളൊക്കെ ആ ഒരു സയൻറ്റിസ്റ്റുകളോട് ചോദിക്കുന്ന കാര്യമാണ് കൂട്ടുകാരൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം തൻ്റെ സയൻസ് ആ ഒരു സബ്ജക്റ്റിനോടുള്ള ആ ഒരു ഇൻവോൾവ്മെൻറ്റും പഠിക്കാനുള്ള ആ ഒരു ആഗ്രഹവും ഒക്കെ ഉള്ളിലുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഓരോ സെഷനിലും അവിടെ വരുന്ന സയൻറ്റിസ്റ്റുകളോടൊക്കെ സംശയങ്ങൾ ചോദിച്ച് മറ്റുള്ളവരൊക്കെ നിശബ്ദരായിരിക്കുമ്പോഴും ധാരാളം ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന വ്യക്തി. ഹി ക്ലിയർലി ന്യൂ ദാറ്റ് വാട്ട് ഹി വാസ് ടോക്കിംഗ് അബൌട്ട്. എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും എന്തിനെക്കുറിച്ചാണ് ചോദ്യം ചോദിക്കുന്നതെന്നൊക്കെ അദ്ദേഹത്തിന് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു. ഹിസ് റെപ്യൂട്ടേഷൻ ആസ് എ ജീനിയസ് അനദർ ഐൻസ്റ്റീൻ ബിഗാൻ ദെൻ. അവിടെ നിന്നാണ് ഒരു ജീനിയസിൻ്റെ ഉത്ഭവം, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ മറ്റൊരു ഐൻസ്റ്റീൻ പിറന്നു എന്ന ആ രീതിയിലുള്ള സംസാരമൊക്കെ തുടങ്ങിയത് അവിടെ നിന്നായിരുന്നു. കാരണം ഡയറിംഗ്ലി അദ്ദേഹം അവിടെയുള്ള ആൾക്കാരോടൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങിയത് മുതലായിരുന്നു ആ മാറ്റം സംഭവിച്ചത്. ഇൻ 1980 ആയപ്പോഴേക്കും എ പ്രാക്ടിക്കൽ നീഡ് ഫോർ ഫണ്ട്സ് ലോഞ്ച് ഹിം ഇൻ ടു എ ന്യൂ എൻ്റർപ്രൈസ്. ആ സമയമായപ്പോഴേക്കും അദ്ദേഹത്തിന് കുറച്ച് ഫണ്ടിൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടായി വന്നു. ആ സമയത്ത് അദ്ദേഹം ഒരു പുതിയ കാര്യം തുടങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. That was to have a far-reaching impact on the Hawkings and others all over the world. അപ്പോൾ അദ്ദേഹം ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം കൊണ്ട് അദ്ദേഹത്തിന് ഒരു ഗുണമുണ്ടാകണം, അതുപോലെ തന്നെ ഈ ലോകത്തിനൊരു ഗുണമുണ്ടാകുന്ന രീതിയിലുള്ള ഒരു കാര്യം ചെയ്യാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. ഹി തോട്ട് ഓഫ് റൈറ്റിംഗ് എ ബുക്ക് അബൌട്ട് ദ യൂണിവേഴ്സ്. അപ്പോൾ അദ്ദേഹം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച കാര്യം ഇതായിരുന്നു, ഒരു പുസ്തകം എഴുതുക, യൂണിവേഴ്സിനെ കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം എഴുതാനായിരുന്നു അദ്ദേഹം തീരുമാനിച്ചത്. അങ്ങനെ ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ സാമ്പത്തിക ലാഭം അദ്ദേഹത്തിനുണ്ടാവും. ഈ ഒരു പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ അറിയുന്നതിലൂടെ ജനങ്ങൾക്കും അതിൻ്റേതായ ഉപകാരങ്ങൾ ഉണ്ടാകും. About the most interesting question that had made him want to study cosmology and quantum theory. അപ്പോൾ ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് അദ്ദേഹത്തിന് രണ്ട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് വന്നു. കോസ്മോളജിയും പഠിക്കണം, ക്വാണ്ടം തിയറിയും അദ്ദേഹം പഠിക്കേണ്ടതായിട്ട് വന്നു. Where did the universe come from? എവിടെ നിന്നാണ് യൂണിവേഴ്സ് ഉത്ഭവിച്ചത് എന്നതിനെക്കുറിച്ചും, ഈസ് ദ യൂണിവേഴ്സ് ഇൻഫിനിറ്റ് ഓർ ഡസ് ഇറ്റ് ഹാവ് എനി ബൗണ്ടറീസ്? പ്രപഞ്ചം എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണോ, അതായത് ബൗണ്ടറീസ് ഒന്നും ഇല്ലാത്തതാണോ, അല്ല അതിനൊരു ബൗണ്ടറി ഉണ്ടോ, ഒരു അതിർവരമ്പുകൾ ഉണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന് പഠിക്കാനുണ്ടായിരുന്നത്. വിൽ ഇറ്റ് കം ടു അൻ എൻഡ്? അതിനൊരു അവസാനമുണ്ടോ എന്നതിനെക്കുറിച്ച് പഠിക്കണം. ഇഫ് സോ ഹൗ? ഇനി പ്രപഞ്ചം അവസാനിക്കുകയാണെങ്കിൽ അതിൻ്റെ അവസാനം എങ്ങനെയായിരിക്കും? ഈസ് ദെയർ എനി കംപ്ലീറ്റ് തിയറി ഓഫ് ദ യൂണിവേഴ്സ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്? അതുപോലെ തന്നെ ഈ ഒരു യൂണിവേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു തിയറി ഉണ്ടോ? അതുപോലെ തന്നെ യൂണിവേഴ്സിൽ സംഭവിക്കുന്ന, പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു തിയറി ഉണ്ടോ? അതിനെക്കുറിച്ച്, അതുപോലെ ഈസ് ദെയർ എ ബിഗിനിങ് ഓഫ് ടൈം? സമയത്തിൻ്റെ ഒരു തുടക്കത്തിന്, ആ സമയത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് പഠിക്കുക. കുഡ് ടൈം റൺ ബാക്ക്? സമയം എന്ന് പറയുന്നത് പിറകോട്ട് യാത്ര ചെയ്യുന്ന
ഒന്നാണോ? ദ ബുക്ക് ബിഗിൻസ് ബൈ റിവൈൻഡിങ് ദ ഗ്രേറ്റ് തിയറീസ് ഓഫ് ദ കോസ്മോസ് ഫ്രം ന്യൂട്ടൺ ടു ഐൻസ്റ്റീൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ അദ്ദേഹം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു പുസ്തകം എഴുതുന്നതിൻ്റെ ഭാഗമായിട്ട് ന്യൂട്ടൺ മുതൽ ഐൻസ്റ്റീൻ വരെയുള്ള ആൾക്കാരുടെയൊക്കെ തിയറികളെ കീറി മുറിച്ച് പഠിച്ച ശേഷം അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ അദ്ദേഹം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരുന്നത്. ഹി റോട്ട് ദ ബുക്ക് ടു മേക്ക് ദ സയൻസ് അണ്ടർസ്റ്റാൻഡബിൾ ടു നോൺ സയൻറ്റിസ്റ്റ്. ഈ പുസ്തകം രചിക്കുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, അതായത് സയൻറ്റിസ്റ്റുകളല്ലാത്ത, ശാസ്ത്രജ്ഞന്മാരല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കും സയൻസ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു രീതിയിലായിരുന്നു അദ്ദേഹം ആ പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നത്. He completed the first draft in 1984. While the revision process was going on, he made a trip to Switzerland. 1984 ആ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പതിപ്പ് കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ റിവിഷൻ വർക്കൊക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹം സ്വിറ്റ്സർലൻഡിലേക്ക് ഒരു ട്രിപ്പ് പോയി. He was worn down the pneumonia and was left on the life support system. അങ്ങനെ അദ്ദേഹം അവിടേക്ക് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ന്യൂമോണിയ എന്ന് പറയുന്ന അസുഖം ബാധിക്കുകയും പിന്നീട് ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അതായത് നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ വെന്റിലേറ്റർ പോലുള്ള സിസ്റ്റമൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തിയിരുന്നത്. ഡോക്ടേഴ്സ് ഗേവ് എ ചോയ്സ് ആസ് ടു വെദർ ദ ട്രക്കിയോട്ടമി ഓപ്പറേഷൻ വിച്ച് വുഡ് റിമൂവ് ഹിസ് വിൻ പൈപ്പ് ഷുഡ് ബി കണ്ടക്റ്റഡ് ഓർ നോട്ട്. അപ്പോൾ ജെയിൻ വൈൽഡിന് കൊടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് വിൻ പൈപ്പ്, അതായത് ശ്വാസനാളം മുറിച്ച് കളയുക എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്തുക എന്നുള്ളതാണ്. ഇറ്റ് മൈറ്റ് സേവ് ഹിസ് ലൈഫ്. അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു കിട്ടും. ബട്ട് ആഫ്റ്റർവേർഡ്സ് ഹി വുഡ് നെവർ എഗെയിൻ ഏബിൾ ടു സ്പീക്ക് ഓർ മേക്ക് എ വോക്കൽ സൗണ്ട്. പക്ഷേ ആ ഒരു ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന് സംസാരിക്കാനോ ഒരു ശബ്ദം പുറപ്പെടുവിക്കാനോ ഒന്നും കഴിയില്ല. വിത്ത് ഗ്രേവ് മിസ്ഗിവിങ്സ് ജെയിൻ കൺസെൻറ്റഡ്. അപ്പം ജെയിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ വളരെ സങ്കടത്തോട് കൂടിയിട്ട് ആ ഒരു ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള കൺസെൻറ്റ്, അങ്ങനെ അതിനുള്ളൊരു അനുമതി ജെയിൻ വൈൽഡ് കൊടുക്കുകയാണ് അവസാനം ചെയ്തത്. ദ ഫ്യൂച്ചർ ലുക്ക്ഡ് വെരി ബ്ലീക്ക്, ജെയിൻ റിമാർക്ഡ്. ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ ശേഷം ജെയിൻ പറഞ്ഞൊരു കാര്യം ഇതാണ്: അവരുടെ ആ ഒരു ഫ്യൂച്ചർ, അവരുടെ ഭാവി ജീവിതം എന്ന് പറയുന്നത് വളരെ വീക്കായിട്ട് അവർക്ക് ഫീൽ ചെയ്തു. ഹോക്കിംഗ് കുഡ് നോ ലോങ്ങർ ബ്രീത്ത് ത്രൂ ഹിസ് മൗത്ത് ആൻഡ് നോസ്. ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതോട് കൂടിയിട്ട് അദ്ദേഹത്തിന് ആ ഒരു മൗത്തിലൂടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൂക്കിലൂടെയോ ഒന്നും ശ്വസിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. ബട്ട് ഓൺലി ത്രൂ ദ പെർമനൻറ്റ് ഓപ്പണിംഗ് മെയ്ഡ് ഹിസ് ത്രോട്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴുത്തിൽ, അദ്ദേഹത്തിൻ്റെ ആ ശബ്ദനാളത്തിൻ്റെ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ഹോളിലൂടെ മാത്രമാണ് അദ്ദേഹത്തിന് ശ്വസിക്കാൻ വേണ്ടി കഴിയുക. After many weeks of intensive care, he went home to join Jane and his 3 children. അങ്ങനെ കുറേ ആഴ്ചകളോളം തീവ്രമായ പരിചരണങ്ങൾക്ക് ശേഷം തിരിച്ച് അദ്ദേഹം വീട്ടിലേക്ക് വന്നു. ജെയിൻ്റെയും തൻ്റെ 3 കുട്ടികളുടെയൊക്കെ കൂടെ ജോയിൻ ചെയ്തു. ഹി വാസ് സ്റ്റിൽ ടു വീക്ക് ആൻഡ് ഇൽ ടു കണ്ടിന്യൂ ഹിസ് റിസർച്ച്. അപ്പം അദ്ദേഹം ആ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നിട്ടും വളരെ വീക്കായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു റിസർച്ച് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹവും ഉണ്ടായിരുന്നു. Walt Wolters, a computer expert in California, sent him a program he had developed. ആ സമയത്താണ് കാലിഫോർണിയയിലുള്ള ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ആയിട്ടുള്ള വാൾട്ട് വോൾട്ടേഴ്സ് എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രോഗ്രാം അയച്ചു കൊടുക്കുന്നത്. കോൾഡ് ഇക്വലൈസർ. ആ ഒരു പ്രോഗ്രാമിനെ ഇക്വലൈസർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. വിച്ച് അലൗഡ് ഹോക്കിംഗ് ടു സെലക്ട് വേർഡ്സ് ഫ്രം ദ സ്ക്രീൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് സ്റ്റീഫൻ ഹോക്കിംഗ് സ്ക്രീനിലേക്ക് നോക്കിയിട്ട് വേർഡ്സ് സെലക്ട് ചെയ്യുന്ന അങ്ങനെ ഒരു പ്രോഗ്രാമായിരുന്നു അദ്ദേഹം അയച്ചു കൊടുത്തത്. അപ്പം സ്റ്റീഫൻ ഹോക്കിങ്ങിന് സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു വേർഡ്സൊക്കെ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ആ വേർഡ്സ് കാണിച്ചു കൊടുക്കുന്നതിലൂടെ ആ വേർഡ്സൊക്കെ പിക്ക് ചെയ്തിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കോ ഓതേഴ്സിന് സാധിക്കും. അങ്ങനെ രീതിയിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രോഗ്രാമായിരുന്നു വാൾട്ട് വോൾട്ടേഴ്സ് അയച്ചു കൊടുത്തിരുന്നത്. ഹി തോട്ട് ഹി വുഡ് ബി അണേബിൾ ടു ഫിനിഷ് ഹിസ് ബുക്ക്. ആ സമയത്ത് അദ്ദേഹം തൻ്റെ പുസ്തകം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. With the support of his student Brian Witt, A Brief History of Times was published in 1988 September.
2005 saw the release of an abridged version of the original book. This version was updated to address the new issues that had arisen due to the further scientific developments. അങ്ങനെ ഈ ഒരു സഹായത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ബ്രയാൻ വിറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് 1988 എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന പുസ്തകം പബ്ലിഷ് ചെയ്തു. 2005 സെപ്റ്റംബറിൽ ആ പുസ്തകത്തിൻ്റെ ഒരു അബ്രിഡ്ജഡ് വേർഷൻ, അതായത് അതിൻ്റെ ഒരു എന്താ പറയുക സമ്മറൈസ്ഡ് ആയിട്ടുള്ളൊരു വേർഷൻ, ഒരു പുതിയ എഡിഷൻ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കും. ടെക്നോളജിക്കലി ഡെവലപ്മെൻ്റ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് തിയറീസിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെ 2005 അതിൻ്റെ ഒരു ന്യൂ അപ്ഡേറ്റഡ് വേർഷൻ അവർ പബ്ലിഷ് ചെയ്തിരുന്നു. വൺ വിൽ എൻകൗണ്ടർ എ മൾട്ടിറ്റ്യൂഡ് ഓഫ് പാരഡോക്സസ് ഇൻ ദ ബുക്ക്. ആ പുസ്തകം വായിക്കുന്ന ആൾക്കാർക്ക് ധാരാളം വൈരുദ്ധ്യമായിട്ടുള്ള കാര്യങ്ങളെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇൻ സയൻസ് ആൻഡ് വിത്ത് പീപ്പിൾ തിങ്സ് ആർ ഓഫ്റ്റൻ നോട്ട് വാട്ട് ദേ സീം. എ പീസ് ആറ്റ് ദറ്റ് തോട്ട് ഓഫ് fit together refuse to do so. You will learn that beginning may be the endings. അപ്പോൾ നമ്മൾ സയൻസിൽ ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ തുടക്കമാണ് എന്ന് കരുതി നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ അത് മിക്കപ്പോഴും അതിൻ്റെ അവസാനമായിരിക്കും. ക്രൂവൽ സർക്കംസ്റ്റാൻസസ് ക്യാൻ ലീഡ് ടു ഹാപ്പിനെസ്. ചില സമയങ്ങളിൽ വളരെ ക്രൂവലായിട്ടുള്ള കാര്യങ്ങൾ സന്തോഷത്തിലേക്ക് ലീഡ് ചെയ്യുന്നതായിരിക്കും. ഓൾദോ ഫെയിം ആൻഡ് സക്സസ് മേ നോട്ട്. പക്ഷേ ഈ ഫേമസ് ആവുക, അതുപോലെ സക്സസ് വിജയിക്കുക എന്നൊക്കെ പറയുന്ന ഒരിക്കലും ഒരുമിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ടു ഗ്രേറ്റ് സയൻറ്റിഫിക് തിയറീസ് ടേക്കൺ ടുഗദർ സീം ടു ഗിവ് അസ് നോൺസെൻസ്. രണ്ട് വലിയ സയൻറ്റിഫിക് തിയറീസ് എടുത്തു വെച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ടും ശുദ്ധ മണ്ടത്തരമാണ് എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. എം ടി സ്പേസ് ഈസൻറ്റ് എം ടി. എം ടി സ്പേസ് എന്ന് പറയുന്നത് ഒരിക്കലും എം ടി ആയിട്ടുള്ള പൂർണ്ണമായിട്ട് ഒന്നുമില്ലാത്തൊരു സ്ഥലമല്ല. ബ്ലാക്ക് ഹോൾസ് ആർ ഇൻ ബ്ലാക്ക്. ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത് കറുത്ത നിറത്തിലല്ല കാണുന്നത്. ആൻഡ് എ മാൻ ഹൂസ് അപ്പിയറൻസ് ഇൻസ്പയർ ഷോക്ക് ആൻഡ് പിറ്റി ടേക്സ് എ ലാഫിംഗ് വേർ ദ ബൗണ്ടറീസ് ഓഫ് ദ ടൈം സ്പേസ് ഓട്ട് ടു ബി ബട്ട് ആർ നോട്ട്. അപ്പോൾ നമ്മൾ ഒരാളെ കാണുമ്പോൾ, അയാളുടെ അപ്പിയറൻസ് കാണുമ്പോൾ വളരെ ഷോക്കിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, വളരെ ഞെട്ടിപ്പിക്കുന്നതായിരിക്കും. പിറ്റി, അതുപോലെ തന്നെ നമുക്ക് ദയവ് തോന്നുന്ന രീതിയിലായിരിക്കും. പക്ഷേ അദ്ദേഹം അങ്ങനെ ഒരു എന്താ പറയുക, ഒരു അപ്പിയറൻസ് തരുന്ന വ്യക്തിയാണ്. ടൈമിൻ്റെയും സ്പേസിൻ്റെയൊക്കെ ബൗണ്ടറീസ് മറികടന്നുകൊണ്ടുള്ള തിയറീസൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഫോം ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് എ മിറാക്കിൾ ദാറ്റ് ഹോക്കിംഗ് ഹാസ് ബീൻ ഏബിൾ ടു അച്ചീവ് എവറിത്തിങ് ഹി വാസ്. സത്യത്തിൽ ഇതൊരു അത്ഭുതം തന്നെയാണ്. ഹോക്കിംഗ് തൻ്റെ ജീവിതത്തിലൂടെ നേടിയെടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ, അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഒരു മിറാക്കിൾ തന്നെയാണ്. ദാറ്റ് ഹി ഈസ് സ്റ്റിൽ അലൈവ് ഹൗഎവർ വെൻ യു എക്സ്പീരിയൻസ് ഹിസ് ഇൻ്റലിജൻസ് ആൻഡ് ഹ്യൂമർ. അപ്പം അദ്ദേഹം 2 വർഷം കൊണ്ട് മരിച്ചു പോകുമെന്ന് പറഞ്ഞ വ്യക്തിയാണ് പിന്നീട് കാലങ്ങളോളം ജീവിച്ചിരുന്നത്. അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻ്റലിജൻസും അദ്ദേഹത്തിൻ്റെ തമാശയൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ യു ബിഗിൻ ടു ടേക്ക് ഹിസ് അൺയൂഷ്വൽ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹിസ് ഒബ്വിയസ്ലി കാറ്റസ്ട്രോഫിക്കൽ ഫിസിക്കൽ പ്രോബ്ലംസ് നോ മോർ സീരിയസ്ലി ദാൻ ഹി സീംസ് ടു ഹിംസെൽഫ്. നമ്മൾ പതിയെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹാൻഡിക്യാപ്ഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥയൊക്കെ നമ്മൾ മറന്ന് അദ്ദേഹത്തിനോട് സംസാരിച്ച് ഇരുന്നു പോകും. ദാറ്റ് ഈസ് എക്സാക്ട്ലി ദ വേ ഹി വാണ്ട്സ് ഇറ്റ്. അദ്ദേഹം ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. കാരണം തൻ്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാർ തൻ്റെ ആ ഒരു അവസ്ഥയെ കണ്ടിട്ട് അയ്യോ പാവം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അദ്ദേഹത്തോട് സംസാരിക്കണമെന്നാണ് അദ്ദേഹവും ആഗ്രഹിക്കുന്നത്. ഹി ചോസസ് ടു ഇഗ്നോർ ദ ഡിഫിക്കൽറ്റി ആൻഡ് ഹി എക്സ്പെക്ട്സ് അതർ ടു അഡോപ്റ്റ് ദ സെയിം ആറ്റിറ്റ്യൂഡ്. അദ്ദേഹം എങ്ങനെയാണോ തൻ്റെ ആ ഒരു ദുരിതങ്ങളെയൊക്കെ മറികടന്ന് ജീവിക്കുന്നത്, അതുപോലെ തന്നെ കാണുന്നവരും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. സ്റ്റീഫൻ ഹോക്കിംഗ് ഹാസ് ഓവർകം ഹിസ് ക്രിപ്ലിംഗ് ഡിസീസ് ടു ബിക്കം എ സൂപ്പർനോവ ഓഫ് ദ വേൾഡ് ഓഫ് ഫിസിക്സ്. അങ്ങനെ അദ്ദേഹം തൻ്റെ ആ ഒരു ശാരീരികമായിട്ടുള്ള ധാരാളം വൈകല്യങ്ങളെ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം ഫിസിക്സ് എന്ന് പറയുന്ന ലോകത്തെ ഒരു സൂപ്പർനോവ, കത്തിജ്വലിക്കുന്ന ഒരു നക്ഷത്രമായിട്ട് മാറിയത്. അപ്പോൾ ഇത് കിറ്റി ഗെയിൽ ഫെർഗൂസൺ എഴുതിയിരിക്കുന്ന ഒരു ബയോഗ്രഫിയിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ചെറിയൊരു അഡാപ്റ്റേഷൻ മാത്രമാണ്. ഈ ഒരു ചാപ്റ്റർ കുറച്ച് ലെങ്തിയാണ്, ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സിൻ്റെ അടുത്തുണ്ട്. ഐ നോ ദാറ്റ്. അപ്പോൾ വലിയ രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറില്ല. പക്ഷേ എന്നിരുന്നാലും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ് ഹിസ്റ്ററിയാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെത്. സോ കോസ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ദിസ് ഈസ് അനിൽ വി സൈനിങ് ഓഫ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.